പാലക്കാട് ഒറ്റപ്പാലത്ത് NDA സ്ഥാനാർത്ഥി മേജർ രവിയുടെ റോഡ് ഷോ ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ ഇറങ്ങിയ സ്ഥാനാർത്ഥിക്ക് ഊഷ്മള വരവേൽപ്പാണ് BJP പ്രവർത്തകർ നൽകിയത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും റോഡ് ഷോ ആരംഭിച്ചു കഴിഞ്ഞു. തത്സമയത്തിലേക്ക് നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി ശ്രീ വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നത്. അരുൺ, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ആവേശത്തിലാണ് BJP പ്രവർത്തകർ. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരക്കുകയാണ് റോഡ് ഷോയിൽ. എത്രത്തോളം ആവേശത്തിലാണ്? തീർച്ചയായിട്ടും പാലക്കാട് ഒറ്റപ്പാലത്ത് മേജർ രവി NDA സ്ഥാനാർത്ഥിയായി എത്തിയതോടുകൂടി വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. കാരണം ഇത്തവണ ഒറ്റപ്പാലത്തുൾപ്പെടെ പാലക്കാട് ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ താമര വിരിയിക്കാൻ കഴിയുമെന്നുള്ളതാണ് BJPയുടെ ആത്മവിശ്വാസം. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്രയേറെ ആളുകൾ അവരെ അണിനിരത്തിക്കൊണ്ടുള്ള റോഡ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ 4:30 മേജർ രവി ട്രെയിൻ ഇറങ്ങിയത്. ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം BJP പ്രവർത്തകർ നൽകിയിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ റോഡ് ഷോ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ തവണ 43,000-ഓളം വോട്ട് നേടിയ ഒറ്റപ്പാലം, ആ ഒറ്റപ്പാലത്ത് അതായത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 43,000-ഓളം വോട്ടാണ് ഈ ഒരു മണ്ഡലത്തിൽ നേടിയിട്ടുള്ളത്. ആ മണ്ഡലത്തിൽ കൂടി താമര വിരിയിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. മേജർ രവി, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. വലിയ ഒരു പ്രവർത്തകരുടെ ആവേശമാണ് കാണാൻ കഴിയുന്നത്. എത്രത്തോളം ഈ ഒരു സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്തേക്ക് എത്തുമ്പോൾ ഈ സ്വീകരണം എങ്ങനെയാണ് കാണുന്നത്? ഐ എം സോ ഹാപ്പി, വളരെയധികം സന്തോഷം. കാരണം പ്രവർത്തകരുടെ ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകുതി നമ്മൾ ജയിച്ച പോലെയാണ്. നേരെ പ്രവർത്തകർക്ക് ആ ആവേശം ഇല്ലെങ്കിൽ നമുക്കറിയാം എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ ഇവിടെ ആ പ്രശ്നമില്ല, അവർക്ക് ആ ചങ്കൂറ്റം കാണുന്നുണ്ട് നമ്മൾ ജയിക്കുമെന്നത്. സോ ദാറ്റ് ഗിവ്സ് എ കോൺഫിഡൻസ് ഇൻ യു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 43,000-ഓളം വോട്ടുകളാണ് ഈ ഒറ്റപ്പാലം നിയമസഭാ മണ്ഡലത്തിൽ BJPക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭയിലാണെങ്കിൽ പ്രധാന പ്രതിപക്ഷമാണ്. അതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയത്തിൽ കൂടുതൽ ഊർജ്ജം പകരുന്നതാണ്. ഒരു മാറ്റം ഒറ്റപ്പാലത്തുകാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചന കൂടിയല്ലേ? ഒരു സംശയമില്ല. കാരണം ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെല്ലാം പ്രവർത്തനമാണ് ആ വോട്ട് കൂട്ടിയിരിക്കുന്നത്. സോ അത് ഇനിയും കൂടും. നമ്മുടെ ഒന്ന് ആവേശം കൊടുത്തു കഴിഞ്ഞാൽ അത് ഇനിയും കൂടും. നമുക്ക് ജയിക്കാനുള്ള എല്ലാ ചാൻസുകളും ഇവിടെ ഉണ്ട്. ആരും വിചാരിക്കാത്തൊരു വിജയം നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് കാലം രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചതാണ് ബോർഡറിൽ. ഇനി ഒറ്റപ്പാലത്തുകാർക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാം. നോക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ പ്രചാരണ വിഷയം എന്തായിരിക്കും? പറഞ്ഞതുകൊണ്ട് എനിക്കിവിടെ
ഇപ്പം അതല്ലേ പറഞ്ഞു, ബേസിക്കലി കാണുന്ന ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട്. ആരും അത് ഉയർത്തി കാണിച്ച് കണ്ടിട്ടില്ല. പക്ഷെ അതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷൻ ഞാൻ എൻ്റെ പ്രകടന പത്രികയിൽ കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ നാട്ടുകാരുടെ പറഞ്ഞ് മനസ്സിലാക്കാൻ എങ്ങനെയാണ്. വികസനം മുരടിപ്പും അതുപോലെ തന്നെ വികസനവും അത് തന്നെയായിരിക്കും. ഉണ്ട്, അത് വികസനം എന്നുള്ളതാണ് ഇവിടെ ഇല്ലാത്തത്. അപ്പോൾ ഉള്ളത് അതുപോലെ പോകുന്നു. പിന്നെ ഇവിടുത്തെ നാട്ടുകാർ വളരെ നിഷ്കളങ്കരാണ്. അവരിതിനൊന്നും പ്രതികരിക്കുക ഉള്ള പോലെ പോട്ടെന്ന്. അവർക്ക് വേണ്ടി ഒരു രക്ഷിതാവായിട്ട് ഞാനിവിടെ നിൽക്കുന്നത് അവരുടേതായിട്ടുള്ള, കാരണം ഇന്നിവിടെ ചെറുപ്പക്കാർ നോക്കിക്കഴിഞ്ഞാൽ ജോലികളൊന്നും ഇല്ല. എന്തുകൊണ്ട് ഇവിടെ അവിടെ ഇവിടേക്ക് IT പാർക്കും എല്ലാം ഉണ്ട്. ഞാൻ എൻ്റെ പ്ലാൻ, എൻ്റെ മനസ്സിലാകത്ത് മോദിജി ഭരിക്കുന്ന സ്ഥലത്ത് ഞാനൊരു MLA ആണെങ്കിൽ ഇവിടെ ഞാനൊരു AI പാർക്കാണ് കൊണ്ടുവരാമെന്ന്. അതിന് ഓൾറെഡി ഇൻഡസ്ട്രിയെ കണ്ടുവച്ചിരിക്കുന്നു. അത് നടക്കട്ടെ. നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റപ്പാലത്ത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു, ഒറ്റപ്പാലം പാലക്കാട് ഡിസ്ട്രിക്റ്റിൻ്റെ സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ തന്നെ ആവട്ടെ. അങ്ങനെ ചില വികസനത്തിൻ്റെ മാർഗങ്ങളെല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. അത് കാണും. അതിൽ നിന്ന് മാത്രമാണ് എനിക്ക് ജനങ്ങൾക്ക് എന്ത് വേണമെന്നുള്ളത് എനിക്കറിയാം. അത് ഞാൻ കൊടുക്കാൻ. ട്രെയിൻ ഇറങ്ങിയ ഈ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ അമൃത് ഭാരത് പദ്ധതിയിൽ നവീകരണം പൂർത്തിയാക്കിയ തൊട്ടപ്പുറത്ത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആ വികസനവും കൃത്യമായിട്ട് ഈ ഒറ്റപ്പാലത്തെ ജനങ്ങളെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തും. കേന്ദ്ര സർക്കാർ നമ്മുടെ കൂടെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ബലം. ഞാനൊരു MLA ആയിക്കഴിഞ്ഞാൽ എനിക്ക് മോദിയോട് ഡയറക്റ്റ് പോയി പറയാം, സാറേ എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് ഇത് വേണം, അത് നടത്തിയില്ല. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് മോദിയിലുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ സെൻട്രലിൽ വേറെ വല്ലവരായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു വാക്കും കൊടുക്കില്ല. അതായതുകൊണ്ട് ഈ 4 വർഷത്തിൽ എനിക്ക് പലതും ചെയ്യാൻ പറ്റും. അത് ചെയ്തു. ഏതായാലും വലിയ ആവേശത്തിലാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ആ വാക്കുകളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ ഒരു ഒറ്റപ്പാലത്ത് BJP സ്ഥാനാർത്ഥി വിജയിക്കുകയാണെങ്കിൽ, താമര വിരിയുകയാണെങ്കിൽ ഇവിടെ ഒരു കൊണ്ടുവരേണ്ട വികസനം, അതായത് കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതാണെങ്കിലും അതല്ലെങ്കിൽ AI പാർക്ക് കൊണ്ടുവരുന്നതാണെങ്കിലും ഒക്കെ ഉൾപ്പെടെയുള്ള വികസന കാഴ്ചപ്പാടുകൾ അദ്ദേഹം സ്ഥാനാർത്ഥി പങ്കുവെക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ ഒറ്റപ്പാലം മണ്ഡലത്തിൽ അനവധി വികസന പദ്ധതികളാണ് മോദി സർക്കാർ നൽകിയിട്ടുള്ളത്. അത്തരത്തിൽ മോദി സർക്കാർ നൽകിയിട്ടുള്ള ഓരോ വികസനവും കൃത്യമായിട്ട് തന്നെ ഈ വോട്ടർമാരിലേക്ക് എത്തിക്കും, ജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് മേജർ രവി വ്യക്തമാക്കുന്നത്. ഏതായാലും മേജർ രവി എന്ന ഈ ഒരു സ്ഥാനാർത്ഥി ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയായിട്ട് എത്തിയതോടുകൂടെ തന്നെ വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 43,000-ഓളം വോട്ടുകളാണ് ഈ ഒറ്റപ്പാലം മണ്ഡലത്തിൽ BJP നേടിയിട്ടുള്ളത്, NDA നേടിയിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ 43,000-ഓളം വോട്ടുകൾ നേടാൻ കഴിഞ്ഞുവെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാളും വോട്ടുകൾ സമാഹരിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ താമര വിരിയിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP പ്രവർത്തകർ. ഏതായാലും ഒറ്റപ്പാലം നഗരത്തിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് ഇപ്പോൾ മേജർ രവിയുടെ റോഡ് ഷോ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ ഇപ്പോൾ നഗരത്തിൻ്റെ മധ്യഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. വലിയ ആവേശം തന്നെയാണ് ഒറ്റപ്പാലത്ത് ഇപ്പോൾ മേജർ രവിയുടെ റോഡ് ഷോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യെസ്, അത് തന്നെയാണ് അരുൺ. നമുക്കറിയാം ഈ ഒറ്റപ്പാലം മണ്ഡലം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ പടിപടിയായി NDA കയറി വരുന്ന ഒരു സാഹചര്യമുണ്ട്. വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം. ഇത്തവണത്തെ ഒരു സ്ഥിതി എടുക്കുകയാണെങ്കിൽ പാലക്കാട് അടക്കമുള്ള പാലക്കാട്ടെ ജില്ല മൊത്തത്തിൽ BJPക്ക് ശക്തമായൊരു സ്വാധീനമുണ്ട്. ആ ഒരു സ്വാധീനം തന്നെ ഒറ്റപ്പാലത്ത് പ്രതിഫലിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി അടക്കമുള്ള മുനിസിപ്പാലിറ്റികളിൽ ശക്തമായ പ്രകടനം, ശക്തമായൊരു തിരിച്ചുവരവ് അല്ലെങ്കിൽ ഒരു പ്രകടനം BJP കാഴ്ചവെച്ചതാണ്. ആ ഒരു മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേജർ രവിക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലേ അരുൺ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഇക്കുറി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJP പ്രധാനമായിട്ടും പ്രതീക്ഷ വെക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്, ഒന്നിലേറെ മണ്ഡലങ്ങളുണ്ട് എന്നുള്ളതാണ്. പണ്ട് കാലങ്ങളിലൊക്കെ BJP പാലക്കാട് ജില്ലയിൽ അവർക്ക് പാലക്കാട് മണ്ഡലവും അതുപോലെ തന്നെ മലമ്പുഴ മണ്ഡലവും മാത്രമായിരുന്നു വലിയ രീതിയിലുള്ള വോട്ടുകൾ ലഭിക്കാറുള്ള മണ്ഡലമെങ്കിൽ ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പാലക്കാടും മലമ്പുഴയും അതുപോലെ തന്നെ നെന്മാറയും അതുപോലെ ഒറ്റപ്പാലവും ഷൊർണൂരും ഉൾപ്പെടെ ഒട്ടനവധി മണ്ഡലങ്ങളിൽ വലിയ മികവ് അവർ കാഴ്ചവെക്കുന്നു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്
തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒറ്റപ്പാലം നഗരസഭയിൽ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഇവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ട് BJP മാറി എന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ, പഞ്ചായത്തുകൾ, അവിടെയൊക്കെ നിരവധി മെമ്പർമാരെ വിജയിപ്പിച്ചെടുക്കാൻ BJPക്ക് കഴിഞ്ഞു എന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിൽ ഓരോരുത്തരെയും വിജയിപ്പിക്കാൻ കഴിഞ്ഞു. അതിന് പുറമേ തന്നെ ഷൊർണൂർ നഗരസഭയിലും പ്രധാന പ്രതിപക്ഷമായി മാറി. പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവിടെയും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. അവിടെ തുടർച്ചയായി മൂന്നാമതും അധികാരത്തിലേറാൻ കഴിഞ്ഞു. മലമ്പുഴയിലേക്ക് വരുമ്പോൾ മലമ്പുഴയിലെ ആ അകത്തേത്തറ പഞ്ചായത്തിൽ 38 വർഷത്തെ CPMന്റെ ഭരണത്തെ അവസാനിപ്പിക്കാൻ അവിടെയും കഴിഞ്ഞു. അത്തരത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ജില്ലയിലെ നിരവധി മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം നടത്തി അവർ മുൻകാലങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ വിജയിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ മണ്ഡലങ്ങളെയൊക്കെ മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ആ വിജയം അത് ഉറപ്പിക്കണമെങ്കിൽ നല്ല സ്ഥാനാർത്ഥികൾ കൂടെ മണ്ഡലത്തിലേക്ക് എത്തണമെന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മേജർ രവിയെ പോലുള്ളൊരു സ്ഥാനാർത്ഥിയെ ഒറ്റപ്പാലത്തേക്ക് അവർ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ് തൊട്ട് പിന്നാലെയാണ് മേജർ രവി ഒറ്റപ്പാലം മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ ആവേശോജ്വലമായ സ്വീകരണം നൽകി. ആവേശോജ്വലമായ സ്വീകരണത്തിന് പിന്നാലെയാണ് ഒറ്റപ്പാലം നഗരത്തിൽ വലിയ രീതിയിൽ വാദ്യമേളങ്ങളുടെയും ഒക്കെ അകമ്പടിയോടുകൂടി കുങ്കുമ ഹരിത പതാക ഏറ്റിക്കൊണ്ട് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ മേജർ രവിക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം നൽകിക്കൊണ്ട് ആ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ഒറ്റപ്പാലത്ത് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ റോഡ് ഷോ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJP പ്രവർത്തകർ ആ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള മുന്നേറ്റം അത് നിയമസഭാ മണ്ഡലത്തിൽ വലിയ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ള തീരുമാനത്തിലാണ്. ഒപ്പം ഈ ഒറ്റപ്പാലത്തെ MLA പ്രേംകുമാർ എന്ന ഇടതുപക്ഷ MLAക്കെതിരെ വലിയ രീതിയിലുള്ള ജനവിരുദ്ധ വികാരം ഉണ്ട്. MLA ഒന്നും ചെയ്തില്ല എന്നുള്ള വലിയ പരാതി നിലനിൽക്കുന്നുണ്ട്. CPMനകത്ത് തന്നെ ഈ MLAക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്ന സാഹചര്യമുണ്ട്. ഈ പ്രേംകുമാർ എന്ന MLAയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കരുത് എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ CPMനകത്ത് ഉയർന്നിരുന്നു. പക്ഷെ അതിലേക്ക് മറികടന്ന് വീണ്ടും അതേ വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതിലുള്ള വലിയ അതൃപ്തി CPMനകത്ത് പുകയുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഇടതുപാളയത്തിൽ നിന്നും PK ശശി, നമുക്കറിയാം PK ശശി എന്നുള്ള ഇടതുപക്ഷത്തിന്റെ പ്രധാന നേതാവ് DYFI വനിതാ നേതാവിന്റെ ലൈംഗിക പീഡന പരാതി വന്നപ്പോൾ അപ്പോൾ പോലും പാർട്ടി സംരക്ഷിച്ച നേതാവ് ആ PK ശശിയാണെങ്കിൽ ഇപ്പോൾ UDF പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഒറ്റപ്പാലത്തെ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ആ PK ശശിയാണ്. PK ശശിയെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ കോൺഗ്രസിനകത്തും അതൃപ്തി വലിയ രീതിയിൽ പുകയുന്ന സാഹചര്യമുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനോ എൽദോസ് കുന്നപ്പള്ളിക്കോ ഒന്നും സീറ്റ് നൽകാത്ത കോൺഗ്രസ് ഇടതുപക്ഷത്തെ ഈ ഒരു PK ശശിയെ എങ്ങനെയാണ് ഒറ്റപ്പാലത്ത് കൊണ്ടൊന്ന് മത്സരിപ്പിക്കുന്നത് എന്നുള്ള ചോദ്യം കൃത്യമായിട്ട് തന്നെ കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ കോൺഗ്രസിനകത്തും CPMനകത്തും പുകയുന്ന ഒരു വേളയുണ്ട്. അങ്ങനെ ആ രണ്ട് പാർട്ടികളിലും പ്രശ്നങ്ങൾ ഇങ്ങനെ തുടരുന്നതിനിടയിൽ കൂടെയാണ് ഈ BJP സ്ഥാനാർത്ഥിയെ കൃത്യമായിട്ട് തന്നെ അതിവേഗം ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു. തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള പ്രചരണത്തിലേക്കും പാർട്ടി കടന്നിരിക്കുന്നു എന്നുള്ള സാഹചര്യം. ഏതായാലും ഇത്തവണ മേജർ രവി എന്നുള്ള സിനിമാ സംവിധായകൻ, സിനിമാ നടൻ, ഒപ്പം രാഷ്ട്രീയക്കാരൻ, BJPയുടെ ഒരു നേതാവ്, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഈ ഒരു വർഷങ്ങളോളം രാജ്യസേവനം കൃത്യമായിട്ട് അതിർത്തിയിൽ നടത്തിയിട്ടുള്ള വ്യക്തി, ആ വ്യക്തി ഇനിയിപ്പോൾ ഒറ്റപ്പാലത്തെ നാടിനെ സേവിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആ നാടിനെ സേവിക്കാൻ വേണ്ടി ഈ ഒരു പട്ടാളക്കാരനായിട്ടുള്ള വ്യക്തി ഇറങ്ങുമ്പോൾ അത് ഇരു കൈയും നീട്ടി ഈ ഒറ്റപ്പാലത്തെ ജനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശോജ്വലമായ തുടക്കം ഒറ്റപ്പാലത്തെ കുറിച്ചിരിക്കുന്നത്. വ്യക്തമാണ്. അരുൺ, പാലക്കാട് ഒറ്റപ്പാലത്ത് NDA സ്ഥാനാർത്ഥി മേജർ രവിയുടെ ആവേശോജ്വലമായ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്.